മറ്റൊരു ലിമിറ്റിംഗ് ബിലീഫാണ് ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഒരു ആത്മാഭിമാനം കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മളെക്കാൾ ഹയർ സ്റ്റാൻഡേർഡിലുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷനാണ് ഒരു ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വലിയ ആളുകൾക്ക്, എന്നെക്കാളും അറിവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും ഹയർ സ്റ്റാൻഡേർഡുള്ള, എന്നെക്കാൾ സ്കില്ലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ഹയർ പൊസിഷനിലുള്ള ആളുകൾക്കൊക്കെ ഒരു ട്രെയിനിങ്ങോ കോച്ചിങ്ങോ കൊടുക്കാനായിട്ട് ഞാൻ അതിന് പോരാ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. ഇതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരം ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനായിരിക്കും? തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മേഖലയിൽ അവർ സക്സസ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കറിയുന്ന നോളജോ സ്കില്ലോ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിലുള്ള ഒരാള് അയാൾ എത്ര വലിയ ഹയർ സ്റ്റാൻഡേർഡിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തോ സ്കില്ലോ എബിലിറ്റിയോ ടാലൻറ്റോ ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ അറിവുള്ള എല്ലാവരും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അറിയാവുന്ന മേഖലയിൽ അയാൾ എക്സ്പെർട്ട് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ മേഖലയിൽ അയാൾക്കറിയാത്ത എന്തോ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, എന്തോ സ്കില്ല് അയാൾക്ക് ഇല്ലാത്ത എന്തോ സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ബിലീഫിലൂടെ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.